മോനെ, നീ എന്തെന്നാണ് ഈ കാണിക്കുന്നത്? ഞാനിപ്പോ എന്തായി കാണിച്ചത്? നിങ്ങൾ അമ്മയും മോളല്ലേ എന്നോട് കാണിക്കുന്നത്? നീ എന്താ മോനെ ഈ പറയുന്നത്? അതങ്ങനെ വരൂ. നിങ്ങളിപ്പോ ഓളപ്പുറം തന്നിട്ടല്ലേ എന്നോട് ഇത് പറയുന്നതല്ലോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഓളോട് ചോദിച്ചാല് ഒരക്ഷരം എന്നോട് മിണ്ടുന്നില്ല. അല്ല സുധി, നീ വയ്യാത്ത കാലം വെച്ചിട്ട് എന്തായി കളിക്കുന്നത്? നീ ഏടെങ്കിലും ഒന്ന് അടങ്ങി ഇരിക്കണ്ട മോനെ. എന്ത് നാളെ സുധി രാവിലത്തെ ഒച്ചപ്പാട്? ഒച്ചപ്പാടൊന്നും ഇല്ല ബിനോട്ടാ, ഞാൻ പണിക്ക് പോകാൻ ഇറങ്ങിയതാ. ഇതെന്താ സുധി ഈ പറയുന്നത്? നീ ഈ കാലം വെച്ചിട്ട് എങ്ങനെ പണിയെടുക്കാനാ? അതും പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ പറ്റുവാ? നിങ്ങൾ ഓന്റെ കൂട്ടുകാരല്ലേ, നിങ്ങളെങ്കിലും ഓനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല മക്കളെ. എടാ സുധി, നീ അമ്മ പറയുന്നത് പോലെ കേക്കടാ. നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ബിനോട്ടാ ഈ പറയുന്നത്? ഞാൻ എന്നും രാവിലെ പണിക്കറിയിൽ പോകുമ്പോ അത് വേണം ഇത് വേണോ എന്നിട്ട് ഓടി വരുന്നോളാം. ഇപ്പൊ ഞാൻ ഓളോട് എന്തെന്ന് ചോദിച്ചിട്ട് പോലും ഒരക്ഷരമൊക്കെ എന്നോട് മിണ്ടാനില്ല. സുധി, നീ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കാണുമ്പോ നിന്റെ അമ്മേന്റെ സങ്കടം ഒന്ന് മനസ്സിലാക്കണ്ടേ? എല്ലാവരും ഓളെ അമ്മേന്റെയും പക്ഷത്താ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. സുധി, പൊട്ടിക്കരയടാ. ഞാനെന്തിനാ മുന്നോട്ട് കരയുന്നത്? ഇനിയിപ്പോ അവൾക്ക് സൗകര്യമുള്ള പോകട്ടെ. ചേച്ചി, പണിക്ക് പോകാൻ സമയമായി, പോവാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ടാ. എന്തെങ്കിലും നിങ്ങൾ വിളിച്ചായി നമ്മൾ വരാട്ടാ. ഇവിടെ മിണ്ടടേ. നിന്റെ ശബ്ദം കേൾക്കാണ്ടിരിക്കാനാവുന്നില്ല എനിക്ക്.